ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഇറാഖ്, തുർക്കി, സിറിയ, അസർബൈജാൻ, പാകിസ്ഥാൻ തുടങ്ങി ലോകമെമ്പാടുമുള്ള ഷിയാക്കളും ഇന്ത്യയിലെ പഴ്സി വിഭാഗങ്ങളും ആഘോഷിക്കുന്ന മാർച്ച് മാസത്തിലെ ഒരു ആഘോഷമാണ് പുതിയ ദിവസം എന്നർത്ഥമുള്ള നൗറൂസ് എന്നത്. പേർഷ്യൻ പുതുവത്സരം എന്നറിയപ്പെടുന്ന നൗറൂസ് ആഘോഷം ഇറാൻ അതിഗംഭീരമായി കൊണ്ടാടുമ്പോൾ ഇറാന്റെ പ്രോക്സി സംഘടനകളെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകളാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയിൽ നിന്നും ഇന്നലെ ഉണ്ടായത്. മധ്യേഷ്യയിലെ ക്യാൻസർ ട്യൂമറായ ജൂതരാജ്യത്തെ നീക്കം ചെയ്യണമെന്നാണ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ പ്രസ്താവന. ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇറാൻ ഒട്ടും പിന്നോട്ടു പോകില്ല എന്ന് ഈ പ്രസ്താവനയിലൂടെ അലി ഖൊമൈനി വ്യക്തമാക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇപ്പോൾ ആക്രമിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭീതി പരത്തിക്കൊണ്ടിരുന്ന ട്രംപിന്റെ കഴിഞ്ഞ ആഴ്ചകളിലെ പ്രകടനം ഏത് വിധേനയും ഹമാസിനെ വരുതിയിൽ കൊണ്ടുവന്ന് ബന്ദികളെ തിരിച്ചെടുക്കാനുള്ള കാടിളക്കിയുള്ള ഒരു വായാടിത്തരമായിരുന്നു എന്ന് ലോകം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. വംശീയ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രായേലിനെ രക്ഷിക്കാൻ ഇറാനെ ആക്രമിച്ചേ തീരൂ എന്ന് ബോധ്യമുള്ള ട്രംപ് ഇറാൻ ആക്രമണത്തിന് അവസരമുണ്ടാക്കാനായി റഷ്യ ഇറാന് ഇപ്പോൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പുടിനെ സമീപിച്ചപ്പോൾ അതൊക്കെ ഇറാന്റെ കാര്യം, അതിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് ഈ ട്രംപിനെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനമാണ് പുടിനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. തന്നെയുമല്ല, ഇറാന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയാണ് റഷ്യ ആയുധങ്ങൾ വിൽക്കുന്നത്. അതിനിയും തുടരും എന്നുകൂടി ഈ പുടിൻ പറഞ്ഞതോടെ ട്രംപ് തീർത്തും ഫ്ലാറ്റായി എന്ന് വേണം കരുതാൻ. അപ്രതീക്ഷിതമായി പുടിനിൽ നിന്നും ഇത്തരമൊരു മറുപടി ഉണ്ടായപ്പോൾ പ്രതികാരം നാളെയാക്കിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ട്രംപ് പുടിനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പിൻവലിഞ്ഞത്. തന്നെയുമല്ല, ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും 2 മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അതാണ് നല്ലതും. അപ്പോൾ അറബ് രാജ്യത്ത് അതികഠിനമായ ഒരു ചൂട് കൂടുന്നതോടെ അറബികളും ഉഷാറാവും എന്നുള്ളതാണ് രസം. പിന്നെ രണ്ടുപേർക്കും കൂടി കുശാലായിട്ട് അങ്ങ് യുദ്ധം ചെയ്യാൻ പറ്റും. കൊണ്ടൊന്ന് ചൂട് മൂക്കട്ടെ. 2 ഭ്രാന്തന്മാർ തമ്മിൽ അടിക്കുമ്പോൾ അത് വളരെ രസകരമായി മാറും. എന്നാൽ ഇറാനോട് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും ലീവ് എടുത്ത ട്രംപ് മറ്റൊരു കാര്യം കൂടി ഉടനെ ചെയ്യുകയാണ് ഉണ്ടായത്. വസന്തത്തിന്റെ തുടക്കവും പേർഷ്യൻ പുതുവത്സരവും അടയാളപ്പെടുത്തുന്ന നൗറൂസ് പേർഷ്യൻ ജനതയ്ക്ക് സന്തോഷകരമായ ഒരു അവസരമാണ്. ഈ ദീർഘകാല പാരമ്പര്യം കഴിഞ്ഞ വർഷത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും വരാനിരിക്കുന്ന വസന്തത്തിനായി ശുഭാപ്തി വിശ്വാസത്തോടെ തയ്യാറെടുക്കാനുമുള്ള ഒരു സമയം സമ്മാനിക്കുന്നു. അതിനായി അമേരിക്കയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എന്ന് നൗറൂസ് ആഘോഷത്തിന് ഒരു ആശംസയും അയച്ചാണ് ട്രംപ് തൻ്റെ കരുത്ത് തെളിയിച്ചത് എന്നുള്ളതാണ് രസം. പുള്ളിക്ക് അങ്ങനെ കയറുന്നില്ല കേട്ടോ. കാര്യം ഇങ്ങനെ വായാടിയാണ് വിളിച്ച് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ നൗറൂസ് ആഘോഷത്തിന് ഇറാൻ ഒരു ആശംസ അയച്ചത്. വലിയ വലിയ വാക്കുകളൊക്കെ എഴുതി ഒരു ആശംസ അയച്ചിട്ടുമുണ്ട്. ഇറാനെ മയപ്പെടുത്താൻ സകല ഗതികേടുകളും പുറത്തെടുക്കുന്ന ട്രംപിനെ മധ്യേഷ്യൻ ക്യാൻസറിനെ ചുട്ടുകളയുന്നതിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്ന ഈ ഖൊമൈനിയുടെ വാക്ക് നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ നിരാശയെല്ലാം കൂടി തീർക്കാനാണ് ഹൂത്തികളെ ആക്രമിക്കാമെന്ന തീരുമാനമെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. അതിപ്പോൾ അതിനേക്കാൾ വലിയ പുലിവാലായിരിക്കുകയാണ്. ഈ ട്രംപിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ നരകം ഉള്ളതുകൊണ്ട് ഈ ഗസയ്ക്ക് വെച്ചിരുന്ന നരകത്തിൽ നിന്നും കുറച്ച് മുറിച്ചെടുത്ത് അത് യമന് നൽകും എന്ന് പ്രഖ്യാപിച്ച് യമനെ ആക്രമിച്ചത് ട്രംപിന് ഇപ്പോൾ ഓർമ്മയുള്ളൂ. അമേരിക്കയുടെ ആദ്യ ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നാലെ ചെന്ന് ചെങ്കടലിൽ തമ്പടിച്ചിരിക്കുന്ന അങ്കിൾ ബണ്ണിൻ്റെ യുദ്ധക്കപ്പലിനെയും മച്ചമ്പിയായ നെതന്യാഹുവിൻ്റെ ടെല്ലവീവിനെയും ഒരേ സമയം ആക്രമിച്ചാണ് ഹൂത്തികൾ ഇപ്പോൾ ആറാടുന്നത് എന്നുള്ളതാണ് രസം. ഇറാന്റെ കൈകളായ ഹൂത്തികളെ മുറിക്കാൻ ഇറാന്റെ തന്നെ തല മുറിച്ചെടുക്കും എന്ന് വീമ്പടിച്ച ട്രംപിന് സത്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് നന്നായി തന്നെ അറിയാം എന്നുള്ളതാണ് വാസ്തവം. കാരണം പേർഷ്യൻ ഗൾഫ് മുതൽ ഇറാഖ്, സിറിയ, ലെബനോൺ എന്നിവയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മെഡിറ്ററേനിയൻ കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നീണ്ട ഷിയ ഇടനാഴി ഈ ഇറാനുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെയും അതിൻ്റെ ഖുദ്സ് ഫോഴ്സിൻ്റെയും വിവിധ ഷിയ മിലീഷ്യകളുടെയും ഹിസ്ബുള്ളയുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ഈ ഇടനാഴി ഇപ്പോഴുള്ളത്. ഇടനാഴി ഇറാൻ മേഖലയിൽ ഉടനീളം ആക്രമണത്തിന് പറ്റിയ വിധമാണ് അവർ ഈ അടിത്തറ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഗൾഫിലുടനീളമുള്ള ഈ മിലീഷ്യൻ അടിത്തറ മുഴുവൻ പൊളിച്ചു മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഒന്നും
ഇറാൻ ആക്രമണം ഒരു സ്വപ്നം മാത്രമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അവർക്കൊരിക്കലും അതിന് കഴിയില്ല. കാരണം ഇറാനെ തൊട്ടാൽ ഇസ്രായേലിൻ്റെ തൊട്ടടുത്തു നിന്നായിരിക്കും അടുത്തത് ആക്രമണം ഉണ്ടാവുക. അത് ഇസ്രായേലിന് നന്നായി തന്നെ അറിയാം. ഇതൊരു നിസ്സാരമായ കാര്യമല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അറബികളുടെ സ്വഭാവം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാകൃത രീതികളെ പോലും വെല്ലുന്ന തരത്തിലാണ് പഴയ അസദ് ഭരണകാലത്തെ കൊലപാതകങ്ങൾക്ക് പകരമായി സുന്നികൾ ഷിയാക്കളെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ഒഴിഞ്ഞ തെരുവിൻ്റെ വശങ്ങളിലേക്ക് കൊണ്ടുവന്ന് കൂട്ടമായി വെടിവെച്ച് കൊല്ലുന്നത്. ഇക്കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ലെന്നാണ് നമ്മൾ കാണേണ്ടത്. അത് ഒരിക്കലും മനുഷ്യരായ ഒരാൾക്ക് കണ്ടുനിൽക്കാൻ കഴിയില്ല. അത്രയും ക്രൂരമായ രീതിയിലാണ് ഇവർ ഈ മനുഷ്യരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നത്. പട്ടിയെ കൊല്ലുന്നതിനേക്കാൾ വളരെ കഷ്ടത്തിലാണ് ഈ ആൾക്കാരെ, കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെ എല്ലാവരെയും ഇവർ കൊല്ലുന്നുകൊണ്ടിരിക്കുന്നത്. അത് ഷിയ സുന്നി വഴക്കാണ്. പണ്ട് കുറേ ഉമാരായി സുന്നികളെ ഷിയാക്കൾ കൊന്നിട്ടുണ്ട് അസദിൻ്റെ ഭരണകാലത്ത്. അതിന് പകരമായിട്ട് ഇപ്പോൾ അതേ അളവിൽ തന്നെ കൊന്ന് കൂട്ടക്കുഴിമാടങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അസദിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയതുപോലെ തന്നെ കൂട്ടക്കുഴിമാടങ്ങൾ എല്ലാത്തിനും ഒരുമിച്ച് കുഴിച്ച് മൂടിയിട്ട് ഇതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ, ഈ കൊല്ലുന്നവൻ വിജയിയെ പോലെ അട്ടഹസിക്കുമ്പോൾ, മരിക്കുന്നവൻ്റെ മുഖത്ത് നിരാശയോ ഭയമോ അല്ലെ കണ്ണീരോ ഒന്നുമില്ലാതെ മുന്നിൽ നിന്ന് തലയ്ക്കോ നെഞ്ചത്തോ ഏറ്റുവാങ്ങുന്ന ഒരു നിലപാടാണ് നമുക്ക് ഇവരുടെ ഇതിൽ കാണാൻ കഴിയുന്നത്. നാളെ നിനക്കും ഇതേ ഗതിയാണ് വരാൻ പോകുന്നത് എന്നാണ് ഈ മരിക്കാൻ പോകുന്നവൻ്റെ മുഖത്ത് എഴുതി വച്ചിരിക്കുന്നത്. അത് ഈ വെടിവെക്കുന്നവൻ വായിച്ചെടുക്കുന്നതിന് പകരം നമ്മളാണ് വായിച്ചെടുക്കുന്നത്. കാരണം അവർക്കത് മനസ്സിലാവില്ല. ഇവർക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഇന്ന് ഞാൻ നാളെ നീ, അത്രയേ ഉള്ളൂ. ഇത് പൊതുവെ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള ഒരുതരം ചങ്കുറ്റമാണ്. തോക്ക് അവർക്കൊരു അലങ്കാരമല്ല, പകരം മനുഷ്യനെ കൊല്ലാനുള്ളത് തന്നെയാണ്. ഈ മരണത്തെ പുല്ലായിട്ട് കാണുന്നത് കൊണ്ടാണ് ഗസയിൽ ഇപ്പോൾ ഇത്രയധികം മരണസംഖ്യ വർദ്ധിക്കാൻ കാരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധം നിർത്തി എന്ന് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ഈ അഭയാർത്ഥികളെല്ലാം കൂടി ഗസയിലേക്ക് ഇടിച്ച് കയറുകയാണ് ചെയ്തത്. ഒന്നാമത് അതിനുവേണ്ടി ഇത് വെയിറ്റ് ചെയ്യാൻ പോലും അവർ തയ്യാറല്ല. മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണിലേക്ക് ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രഖ്യാപനം പോലെയാണ് ഇവരെല്ലാം കൂടെ ഈ ഗസയിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ ഈ വികാരം ട്രംപിന് മനസ്സിലാകാത്തതുകൊണ്ടാണ് അയാൾ പറയുന്നത്, ഞങ്ങൾ ഈ ഗസക്കാരെ എല്ലാം അടിച്ച് പുറത്താക്കിയിട്ട് ഞങ്ങളുടെ പട്ടണം പണിയെന്നൊക്കെ പറയുന്നത്. വെറുതെയാണ്, ഇവരവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. ട്രംപിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ, ജൂതർ ബങ്കറിൽ ഒളിക്കുമ്പോഴും തുറസായ സ്ഥലത്ത് മരണം മരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമായ ഗസക്കാർ ശരിക്കും ചാവേറുകളാണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. വരും തലമുറയ്ക്ക് ജൂതരക്തം ഊറ്റാനുള്ള പ്രതികാരത്തിൻ്റെ വളമാകുന്ന ചാവേറുകൾ ഇപ്പോൾ മരിക്കുന്ന 50,000-ഓ 1,00,000-ഓ ആളുകൾക്ക് പകരം ജൂതവംശം മുഴുവൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യം ഓർമ്മിപ്പിക്കാനും കൂടിയാണ് അറബികൾ പരസ്പരം ഇങ്ങനെ കൊല വിളിക്കുന്ന ഈ കൂട്ടക്കൊലകളുടെ കാര്യം ഞാൻ നിങ്ങളെ ഇവിടെ ഓർമ്മിപ്പിച്ചത്. അത്രയധികം മനസാക്ഷി ദയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാമെങ്കിൽ അവരെ സംബന്ധിച്ചൊരു ജൂതനെ കൊല്ലാൻ ഈസിയാണ്. ഇപ്പോൾ ഈ ഇസ്രായേൽ നേടുന്ന വിജയങ്ങളൊന്നും അതൊക്കെ ശാശ്വതമായ കാര്യങ്ങളൊന്നുമല്ല. അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. സത്യത്തിൽ ഹിറ്റ്ലറുടേത് പോലെ അറേബ്യൻ ഹോളോകോസ്റ്റിലേക്കാണ് നെതന്യാഹു ശരിക്കും ജൂതരെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ മുഖം ശാന്തമാണ്, അതുപോലെ തന്നെ ഒരു നിഷ്കളങ്ക സുന്ദരവുമാണ്. ഇതൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിന് പിന്നിൽ ഒരു ഭയമില്ലായ്മയും അമേരിക്കൻ ജൂത വിരോധവും പ്രതികാരവും മറഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. അയാൾ ആയുധങ്ങൾ കൊടുത്ത് ഹൂത്തികളെയും ഹമാസിനെയുമൊക്കെ അഴിച്ചുവിടുന്നത് സയനിസത്തിന്റെ അടിവേരുകളിലേക്കാണ്. അതായത് ഖൊമേനി തന്നെ പറയുന്ന പശ്ചിമേഷ്യൻ ജൂത ക്യാൻസർ വൈറസുകളെ മുഴുവൻ പിഴുതുമാറ്റാൻ വേണ്ടിയാണ് ഈ കൈകളെ അയാൾ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രോക്സികൾ കൃത്യമായി തന്നെ നിർവഹിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. ഇസ്രായേലിനെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വിട്ടുതരുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത് എന്ന് കഴിഞ്ഞ ദിവസത്തെ ഹൂത്തികളുടെ ഒരു ഭീഷണിയും ഇതോടൊപ്പം നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അമേരിക്കയുടെ ഹൂത്തികൾ പറയാണ്, നിങ്ങൾ ഇസ്രായേലിനെ ഉപേക്ഷിച്ചിട്ട് പൊക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ ആക്രമണങ്ങളൊന്നും തളരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചാണ് ഈ ഹൂത്തികൾ ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇത്രയധികം ആക്രമണങ്ങൾ ഈ യമന് നേരെ നടത്തിയിട്ടും യമനികൾ ഒട്ടും തന്നെ തളരാതെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്കതിൽ യാതൊരുവിധ ഭയമില്ല എന്നുള്ളതാണ് സത്യം. തന്നെയുമല്ല, ഇക്കൂട്ടത്തിൽ അമേരിക്കയുടെ ഒരു മുൻ കേണലിൻ്റെ ഒരു വാക്കുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അമേരിക്ക ഹൂത്തികളെ വിട്ടുപോയില്ലെങ്കിൽ അവർ നമ്മുടെ കപ്പലുകൾ മുഴുവനും കടലിൽ മുക്കുമെന്ന് ഞാൻ എൻ്റെ മുഴുവൻ സമ്പത്തും പണയം വെച്ചുകൊണ്ട് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് ഈ റിട്ടയേർഡ് അമേരിക്കൻ കേണൽ തന്നെ ട്രംപിനെ വെല്ലുവിളിക്കുന്നത്. എത്രയൊക്കെ കൂട്ടക്കൊലകളും ആക്രമണങ്ങളും നടത്തിയാലും പശ്ചിമേഷ്യ ഒരിക്കലും ട്രംപിനോ നെതന്യാഹുവിനോ വഴങ്ങില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ലോകത്തെ പലരും മനസ്സിലാക്കിയതുപോലെ തന്നെ അമേരിക്കയിലുള്ള ഈ കേണലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതല്ലെങ്കിൽ അയാൾ ഒരിക്കലും അയാളുടെ മുഴുവൻ സ്വത്തുകളും പണയം വെച്ചുകൊണ്ട് ഇത്തരം ഒരു വെല്ലുവിളിക്ക് നിൽക്കില്ല. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അനുകൂലമായ ഒരു സാഹചര്യമല്ല ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.